മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയതോടെ അതിന് പകരം ആരാകും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ താക്കോൽ സ്ഥാനത്തെത്തുക എന്ന ചർച്ചകൾ വളരെയധികം സജീവമാവുകയാണ്. പഴയ പ്രൈവറ്റ് സെക്രട്ടറി MV ജയരാജൻ വീണ്ടും പദവിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട്. രണ്ടാം പിണറായി സർക്കാർ വന്ന സാഹചര്യത്തിൽ മന്ത്രിമാരുടെ ഓഫീസുകൾക്ക് CPM പെരുമാറ്റച്ചട്ടം കൊണ്ടുവന്നിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ രാഷ്ട്രീയ നിയമനമായിരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അതിനാൽ CPM നേതാവ് എത്താനാണ് കൂടുതൽ സാധ്യത. പക്ഷേ മുഖ്യമന്ത്രി പിണറായിയുടെ മനസ്സാകും ഇതിൽ നിർണായകമായി മാറുക. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ പൊതുവെ മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിയമിക്കില്ല. MV ജയരാജൻ നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. അതിനാൽ ജയരാജനെ തിരികെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ സാഹചര്യത്തിനിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് തന്നെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ചുമതല നൽകുക എന്ന ആലോചനയും നിലനിൽക്കുന്നുണ്ട്. ഭരണപരിചയമുള്ള ഉദ്യോഗസ്ഥരെയാണ് നിയമിക്കുന്നതെങ്കിൽ മുൻ ചീഫ് സെക്രട്ടറി K വേണുവിന്റെ പേരാനായിരിക്കും കൂടുതൽ പരിഗണന. ചീഫ് സെക്രട്ടറി സ്ഥാനത്തിരുന്ന ഒരാൾ പ്രൈവറ്റ് സെക്രട്ടറിയായി വീണ്ടും എത്തുമോ എന്ന ചർച്ച വീണ്ടും സജീവമായി മാറുകയും ചെയ്യും. വേണുവില്ലെങ്കിൽ പഴയ പ്രൈവറ്റ് സെക്രട്ടറി R മോഹനൻ വീണ്ടും എത്താനുള്ള സാധ്യതയുണ്ട്. മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാം ക്യാബിനറ്റ് പദവിയോടെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന തസ്തികയിൽ പ്രത്യേക ചുമതല വഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വേണുവിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉത്തരവാദിത്തത്തിന് താല്പര്യമില്ലെന്ന സൂചനയും നിലനിൽക്കുന്നുണ്ട്. വേണുവിന്റെ ഭാര്യ കൂടിയായ ശാരദ മുരളീധരൻ ഈ മാസം അവസാനമായിരിക്കും വിരമിക്കുക. ഈ സാഹചര്യത്തിൽ വേണു പുതിയ പദവി ഏറ്റെടുക്കാൻ വിസമ്മതിക്കുമെന്ന സൂചനയും നിലനിൽക്കുന്നുണ്ട്. അതിനിടെ പുതിയ ചീഫ് സെക്രട്ടറിയായി S ജയതിലക് എത്തുമെന്ന വിലയിരുത്തലാണ് നിലനിൽക്കുന്നത്. മന്ത്രിസഭാ യോഗമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ശാരദ മുരളീധരൻ ഏപ്രിൽ 30-നാണ് വിരമിക്കുന്നത്. ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക് അടുത്ത ചീഫ് സെക്രട്ടറി ആകാനാണ് സാധ്യതകൾ നിലനിൽക്കുന്നത്. കേരള കേഡർ IAS-കാരിൽ കേന്ദ്ര ഗ്രാമവികസന സെക്രട്ടറി മനോജ് ജോഷിയാണ് ഏറ്റവും സീനിയറായ വ്യക്തി. 1989 ബാച്ചുകാരനായ മനോജ് ജോഷിക്ക് പക്ഷേ ഡെപ്യൂട്ടേഷനിൽ നിന്ന് മടങ്ങി വരാൻ താല്പര്യമില്ലെന്നാണ് പറയപ്പെടുന്നത്. രാജസ്ഥാൻ സ്വദേശിയായ മനോജ് നേരത്തെ 2 തവണ ചീഫ് സെക്രട്ടറി ആകാനുള്ള അവസരം നിരാകരിക്കുകയും ചെയ്തിരുന്നു. ഡോക്ടർ ജയതിലക്, പാർലമെന്ററി കാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണസ്വാമി, ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഷിത റോയ്, രചന ഷാ എന്നിവരാണ് പിന്നെയുള്ള സീനിയർ IAS-കാരിൽ ഉള്ളത്. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിൽ സെക്രട്ടറിയായ രചന ഷായും മടങ്ങി വരാൻ സാധ്യതയില്ല. ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഷിത റോയ് ഈ മാസം 31-നാണ് വിരമിക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഗ്രേഡ് ഇല്ലാത്തതിനാൽ രാജു നാരായണസ്വാമിക്കുള്ള സാധ്യത കുറവാണ്. ഇതിനിടയിലാണ് 1991 ബാച്ചിലെ ജയതിലക് ചീഫ് സെക്രട്ടറി ആകാൻ സാധ്യതയേറിയതും. ജയതിലക് 2026 ജൂൺ വരെ കാലാവധിയിൽ നിലനിൽക്കുന്നുണ്ട്. മുതിർന്ന IAS-കാരിൽ KSEB ചെയർമാൻ ബിജു പ്രഭാകർ ഏപ്രിൽ 30-ന്, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി റാണി ജോർജ് മെയ് 31-നുമായിരിക്കും വിരമിക്കുക.